സ്നേഹ സൗഹൃദങ്ങളെ, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പച്ചപ്പാണിൻ്റെ സന്തോഷം പോകുന്നത് ചില അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ്. അനുഭവ സാക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും ജീവിതത്തിൽ പല പടവുകൾ കയറിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ കയറുമ്പോഴും നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങൾ സ്വായത്തമാക്കാൻ കഴിയും. ആ അനുഭവങ്ങൾ പലതരത്തിലുള്ളതായിരിക്കും. നമ്മുടെ പൂർവികരും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മുൻകൂട്ടി കടന്നു പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർ പല പഴഞ്ചൊല്ലുകളും അതിൻ്റേതായ അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് പ്രധാനമായും അവനവൻ്റെ കൈ അവനവൻ്റെ തലയ്ക്ക് വെച്ച് ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് അവനവൻ്റെ കൈ അവനവൻ്റെ പോക്കറ്റിൽ മാത്രം ഇടുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഒരു കാൽ വച്ചതിന് ശേഷം ഉറപ്പിച്ച് വച്ചു എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷമേ അടുത്ത കാൽ വയ്ക്കാവൂ എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റെപ്പ് വച്ച് ഉറച്ചിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പ് വയ്ക്കാവൂ എന്നർത്ഥം. ഇത്തരം പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ പല കേട്ടിട്ടുണ്ട് എങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോ അതിൻ്റെ വിശകലനങ്ങളോ നമ്മൾ തേടാറില്ല. പഴഞ്ചൊല്ലുകളായി തന്നെ നിലനിൽക്കുകയാണ്. കാരണവന്മാർ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. പതിര് എന്ന് വെച്ചാൽ ശൂന്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ കഴിവില്ലാത്തത്, ഹാർഡായിട്ടില്ലാത്തത്, ഒന്നിനും കൊള്ളാത്തതാണ് പതിര്. അപ്പോൾ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് വെച്ചാൽ പഴഞ്ചൊല്ലിൽ അനാവശ്യമായിട്ടൊന്നുമില്ല, എല്ലാം കാര്യങ്ങൾ മാത്രമാണ് പഴഞ്ചൊല്ല് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയ 3 പഴഞ്ചൊല്ലുകൾ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അനുഭവവേദ്യമാണ്. നമ്മൾ ഓരോ ഘട്ടം എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അതെന്തുമാകട്ടെ, നമ്മളുടെ ഓരോ അനുഭവങ്ങൾ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ വൈകിപ്പോയിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏർപ്പാടുകൾ തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ, ഒരു വ്യാപാരമോ ഒരു വ്യവസായമോ എന്ന് വേണ്ട എന്തെങ്കിലും ഒരു തൊഴിലിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നാം ചിന്തിക്കാറില്ല. പൊതുവിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടം അങ്ങനെയാണ്. വരും വരായികൾ ശ്രദ്ധിക്കാറില്ല എന്നർത്ഥം. കാരണവന്മാർ അവരവരുടെ കൈ അവരവരുടെ തലയ്ക്ക് വെച്ച് ഉറങ്ങാൻ പറഞ്ഞത് നമ്മുടെ വരും വരായികൾ അനുസരിച്ച് അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു പഴഞ്ചൊല്ല് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു പരിപാടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന ഒരു യാത്രയെക്കുറിച്ചോ നമ്മളുടെ വിചാരം നമുക്കില്ലാതെ പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ ഭാണ്ഡത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മളുടെ യാത്രയ്ക്ക് വേണ്ടുന്ന അന്നവും അതിന് വേണ്ടുന്ന മറ്റ് സമ്പത്തും നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ പോകുന്ന പോക്കിൽ നമ്മൾക്ക് പലതും സംഭവിക്കാം. അന്നം തീർന്നു പോകാം, സമ്പത്ത് തീർന്നു പോകാം. അപ്പോൾ നമ്മൾ തികച്ചും പരാജയപ്പെടും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാണ്ഡത്തിൽ നമുക്ക് ആവശ്യമുള്ളതില്ലെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കരുത് എന്നുള്ളതാണ് ഈ പഴഞ്ചൊല്ലുകളിലെ ഒക്കെ അനുഭവം. തന്നെയുമല്ല, നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ഭാണ്ഡത്തിൽ കുറവാണെങ്കിൽ നമ്മൾ പൊതുവെ ആധുനികർ ഇപ്പോൾ ഒരു കാര്യം തീരുമാനിക്കും: നമ്മളുടെ പിന്നിൽ നിൽക്കുന്ന ശക്തി, നമ്മളുടെ പിന്നിൽ നിൽക്കുന്നവരെ നമ്മൾ ആശ്രയിക്കാം എന്നൊരു തോന്നൽ നമ്മളിലുണ്ടാകും. അതുമല്ലെങ്കിൽ നമ്മളുടെ ആസ്തിയെക്കുറിച്ച് ചിന്തയുണ്ടാകും. എന്തു വന്നാലും നമ്മൾക്ക് ആസ്തി ഉണ്ടല്ലോ എന്നുള്ള തരത്തിൽ നമ്മൾ മുമ്പോട്ട് പോകും. അവിടെയും നമ്മൾക്ക് സംഭവിക്കാം. നമ്മളുടെ ആസ്തി കണ്ടുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. ആസ്തി നമുക്ക് ലിക്വിഡ് ക്യാഷ് ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഏർപ്പെട്ടതെല്ലാം ശൂന്യമാകും. ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ ആസ്തി കണ്ടിട്ടോ നമ്മളുടെ പിന്നിലുള്ള ജനപങ്കാളിത്തത്തെ മറ്റ് സഹായങ്ങളെ കണ്ടിട്ടോ നമ്മൾ ഇറങ്ങി പുറപ്പെടരുത്. നമ്മുടെ ഭാണ്ഡത്തിൽ നമുക്ക് വേണ്ടതുണ്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ഇറങ്ങി പുറപ്പെടാവൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇനി നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം കണ്ട് മുമ്പോട്ട് പോയി എന്ന് വിചാരിക്കുക. നമ്മൾ അപകടത്തിൽപ്പെട്ടു, നമ്മൾ എത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്നു, കൈകാലിട്ടടിക്കുന്നു, നീന്തിയിട്ട് കയറുന്നില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടി നമ്മൾ മറുകര എത്തി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴോ നമ്മൾ അത് വല്ലാത്തൊരു പെടാപ്പാടിലേക്ക് ചെന്നുപെടുകയും ചെയ്യും. കാരണം നമ്മൾ ബാധ്യതപ്പെടുത്തിയവർ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് ഒന്ന് ചിരിക്കാനോ ഒന്ന് ഉല്ലസിക്കാനോ കഴിയാത്ത ചില അവസ്ഥകളും ജീവിതത്തിൽ വന്നുപെടും. അതിനും കാരണവന്മാർ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്:
വേലൻ്റെ മുണ്ടുടുത്തുകൊണ്ട് കല്യാണത്തിന് പോകരുത് എന്നുള്ളൊരു പഴഞ്ചൊല്ല്, അല്ലെങ്കിൽ വേലൻ്റെ മുണ്ടുടുത്തുകൊണ്ട് കല്യാണത്തിന് പോയ അവസ്ഥ എന്നും പറയാറുണ്ട്. അതെന്താണ് അതിൻ്റെ അർത്ഥം? വേലൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു മുണ്ട് വായ്പ മേടിച്ച് കൊടുത്തുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോൾ വേലനും ഒരു പക്ഷേ അവിടെ ഉണ്ടാകും കല്യാണത്തിന്. അപ്പോൾ നമ്മൾ ഇത്തിരി മുഷിഞ്ഞ സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ വേലൻ പറയും അവിടെ ഇരിക്കില്ലേ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കില്ലേ. നമ്മൾ എവിടെ ഇരിക്കാൻ ശ്രമിച്ചാലും അവിടെ ഇരിക്കില്ലേ എന്ന് വേലൻ പറയും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കല്യാണം കൂടിയതും കൂടാത്തതും ഒരുപോലെയാകും എന്ന് പറഞ്ഞതുകൊണ്ട് പോലെയാണ് കാരണവന്മാർ ഈ നമ്മളുടെ അനുഭവത്തെ ഓർമ്മപ്പെടുത്താനാണ് അത്തരം പഴഞ്ചൊല്ലുകൾ വേലൻ്റെ മുണ്ടെടുത്ത് കല്യാണത്തിന് പോയ അവസ്ഥ എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഈ പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ബഹുരസമാണ്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിൽ നമ്മൾ ഒരാളിൽ ബാധിതപ്പെട്ടാൽ വേലൻ്റെ മുണ്ടെടുത്ത് കല്യാണത്തിന് പോയ അവസ്ഥയും വരും. അതിനാൽ ഒരു കാരണവശാലും നിങ്ങൾ ഓർക്കുക, നമ്മളുടെ ഭാണ്ഡത്തിൽ എന്തുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം അതിനനുസരിച്ചുള്ള ജീവിതം മുമ്പോട്ട് പോകുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പഴഞ്ചൊല്ലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി മാറും എന്ന് മാത്രമാണ് എനിക്ക് ഇന്നത്തെ സാക്ഷ്യപത്രത്തിൽ എനിക്ക് അനുഭവ സാക്ഷ്യത്തിൽ പറയുവാനുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരം കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും കൊച്ചു വീഡിയോയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ബോറടി തോന്നിയേക്കാം. അപ്പം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. അല്ലാത്തവർ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നെ കേട്ട നിങ്ങൾക്കേവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അനുഭവ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. നന്ദി. ഗുഡ് ബൈ.